നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇനി എയർ ഇന്ത്യയുടെ അമിത നിരക്ക് പ്രവാസികൾക്ക് നൽകേണ്ടി വരില്ല. കൂടുതൽ വിമാന കമ്പനികൾ കേരളത്തിൽ നിന്ന് UAE സർവീസ് പുനരാരംഭിക്കാൻ തീരുമാനിച്ചതോടെ കനത്ത ടിക്കറ്റ് നിരക്ക് ഈടാക്കിയിരുന്ന എയർ ഇന്ത്യ എക്സ്പ്രസിന് തിരിച്ചടി. മറ്റ് സർവീസുകൾ പ്രഖ്യാപിച്ചതോടെ ഇപ്പോൾ ടിക്കറ്റ് നിരക്ക് പകുതിയാക്കി കുറിച്ചിരിക്കുകയാണ് ഈ ബജറ്റ് എയർലൈൻ. ഫ്ലൈ ദുബായ്, എമിറേറ്റ്സ് എന്നിവയാണ് ദുബായിലേക്ക് സർവീസ് പുനരാരംഭിക്കുന്നത്. ഈ മാസം 26 വരെയുള്ള വിമാന സർവീസുകളാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. തിരുവനന്തപുരം, കൊച്ചി വിമാനത്താവളങ്ങളിൽ നിന്നാണ് എമിറേറ്റ്സ് സർവീസ് പുനരാരംഭിക്കുന്നത്. ദുബായിലേക്ക് തിങ്കളാഴ്ച മുതൽ സർവീസ് തുടങ്ങുന്നതായിരിക്കും. 14,701 രൂപയാണ് ഏറ്റവും കുറഞ്ഞ നിരക്ക്. കോഴിക്കോട്, കൊച്ചി, തിരുവനന്തപുരം വിമാനത്താവളങ്ങളിൽ നിന്ന് ഫ്ലൈ ദുബായിയും സർവീസ് തുടങ്ങും. ഞായറാഴ്ച മുതലാണ് ദുബായിലേക്കുള്ള സർവീസ് ഫ്ലൈ ദുബായ് പുനരാരംഭിച്ചിരിക്കുന്നത്. കൊച്ചിയിൽ നിന്ന് 12,548 രൂപയാണ് കുറഞ്ഞ നിരക്ക്. തിരുവനന്തപുരത്ത് നിന്ന് 13,192 രൂപയും കോഴിക്കോട് നിന്ന് 18,958 രൂപയുമാണ് കുറഞ്ഞ നിരക്കുകൾ. ദുബായ്, ഷാർജ എന്നിവിടങ്ങളിലേക്ക് എയർ ഇന്ത്യ എക്സ്പ്രസ് സർവീസ് ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട്. നേരത്തെ കനത്ത ടിക്കറ്റ് നിരക്കുമായി ഈ ബജറ്റ് എയർലൈൻ എത്തിയത് വ്യാപക വിമർശനത്തിന് തന്നെ ഇടയാക്കിയിരുന്നു. എന്നാൽ മറ്റ് വിമാന കമ്പനികൾ സർവീസുകൾ പ്രഖ്യാപിച്ചതോടെ എയർ ഇന്ത്യ എക്സ്പ്രസിന് ടിക്കറ്റ് നിരക്ക് പകുതിയാക്കി കുറയ്ക്കേണ്ടി വന്നു. നേരത്തെ ടിക്കറ്റ് ബുക്ക് ചെയ്തവർ വ്യാപകമായി ടിക്കറ്റ് റദ്ദ് ചെയ്ത് മറ്റ് വിമാനങ്ങളിൽ ടിക്കറ്റ് എടുക്കാൻ തുടങ്ങിയതോടെയാണ് ഇത് ചെയ്യേണ്ടി വന്നത്. വ്യാപകമായി ടിക്കറ്റ് റദ്ദാക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടതോടെ പണം റീഫണ്ട് ചെയ്യാനുള്ള ഓപ്ഷൻ എയർ ഇന്ത്യ എക്സ്പ്രസ് എടുത്തു കളഞ്ഞിരിക്കുകയാണ്. ഇതോടെ നേരത്തെ കൂടിയ നിരക്കിന് ടിക്കറ്റ് ബുക്ക് ചെയ്തവർക്ക് റദ്ദ് ചെയ്യാൻ പറ്റാത്ത സ്ഥിതിയും ഉരുവായിട്ടുണ്ട്. പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.